everyone, welcome back to my YouTube channel. So, ഇന്ന് 26-ാം തീയതിയാണല്ലോ. അപ്പോൾ 26-ാം തീയതി ഇലക്ഷനാണ്. ഇവിടെയും നാട്ടിലും ഇലക്ഷൻ അല്ലേ? ഇവിടെ ഇലക്ഷനാണ്, നാട്ടിലും ഇലക്ഷനാണ്. അപ്പോൾ ഇവിടെ ഇലക്ഷനൊക്കെ ഉള്ളത് കാരണം കടകളെല്ലാം കുറേ കടവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ബാർ, പബ് അങ്ങനത്തെ സ്ഥലങ്ങളെല്ലാം അടവാണ്. പക്ഷെ കഫേ ഒക്കെ ഓപ്പൺ ആയിട്ടിരിപ്പുണ്ട്. കാരണം ഇവിടെ ഡ്രൈ ഡേ ആണല്ലോ 3 days. അതുപോലെ തന്നെ ഇന്നലെ ഇന്നൊക്കെ ആണെങ്കിൽ നമ്മൾ പുറത്തു പോകണമെങ്കിൽ തിരക്ക് കുറവാണ്, ഫുൾ ചെക്കിംഗ് ആണ്, ബസ് വരെ ചെക്കിംഗ് ആണ്, അങ്ങനത്തെ വലിയ സീനൊക്കെയാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് എക്സാം ഇല്ല. എൻസെം ഞാൻ പറഞ്ഞായിരുന്നല്ലോ, എൻസെമ്മിൻ്റെ ഇടയ്ക്ക് ലീവാണ് ഇലക്ഷനൊക്കെ ഉള്ള കാരണം. അപ്പോൾ അതുകൊണ്ട് ഇന്ന് എക്സാം ഒന്നുമില്ല. അപ്പോൾ ഞാൻ ഇവക്കും ഇല്ല എക്സാം. ഇവക്കാണെങ്കിൽ ഈ ഒരു നാളെ ഒരു വൈവേ കൂടെ കഴിഞ്ഞ് ഇവളുടെ പരിപാടി മൊത്തം കഴിയും. പിന്നെ ഇവളെ ഇതിനോട് വിട പറഞ്ഞ് ഇവളെ മിക്കവാറും പോയിരിക്കും. അതെ, എന്നേക്കുമായി സത്യമായിട്ടും ഫേക്ക് അല്ല, സത്യമായിട്ടും. എൻ്റെ ആണെങ്കിലും കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇപ്പൊ ലാസ്റ്റ് കുറച്ച് ദിവസങ്ങളിലാണ്. അപ്പൊ ഞങ്ങൾ ഓർത്ത് വന്നാ പിന്നെ രാവിലെ കുറച്ച് ലേറ്റ് ആയിട്ട് എണീറ്റ് എന്നാ ബാ നമുക്ക് എന്തിനും തിന്നാൻ പോവാം എന്ന് പറഞ്ഞ് ഇരുന്നതാണ്. അങ്ങനെ ഇരുന്നിട്ട് ഇതുവരെ എത്തി ഗൈസ്. നമുക്ക് എന്തിനും തിന്നാൻ പോകണമെന്ന് പറഞ്ഞ് എണീറ്റതാണ്. അവസാനം നമ്മളിവിടെ ഒരു DYU കഫേ എന്ന് പറഞ്ഞൊരു സംഭവം. ഞാൻ എൻ്റെ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ ഒക്കെ കൊറോണയുടെ മുമ്പും കൊറോണ കഴിഞ്ഞ് വന്നിട്ടതിന് ശേഷം എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ എപ്പോഴും പോകുന്നൊരു സ്ഥലമായിരുന്നു DYU ആർട്ട് കഫേ. നമ്മുടെ കൊച്ചിയിൽ കാശി ആർട്ട് കഫേയുടെ ചെറിയ സിമിലാരിറ്റീസ് ഉണ്ട്. അപ്പൊ ഞങ്ങൾ ഓർത്ത് അവിടെ പോവാം. അവിടെ പോയിട്ട് കുറേ കാലം ഇപ്പൊ അവിടെ പോകാന്ന് ഓർത്തേക്കാം. അപ്പൊ അതിനാണ് ഇങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ ഇട്ട് രണ്ടുപേരും കണ്ടോ, രണ്ടുപേരും ഇങ്ങനത്തെ ഡ്രസ്സാണ് ഇട്ടേക്കണത്. അപ്പൊ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോയപ്പോൾ ഊബർ നോക്കാണ്. കിട്ടിയോ? കൺഫേം ആയി? എത്ര മിനിറ്റാ? 90 meters എത്തിയോ? അപ്പത്തേക്ക് ഞങ്ങൾ ഇനി ഇന്ന് ഓർത്ത് എന്നാ പിന്നെ എന്തായാലും ഇലക്ഷൻ ഒക്കെ ആയിട്ട് നമുക്ക് വോട്ട് ചെയ്യാനോ നാട്ടിൽ പോകാൻ പറ്റത്തില്ല. എന്നാ പിന്നെ നമുക്കിവിടെ ഒന്ന് ഫുഡൊക്കെ കഴിക്കാൻ ഓർത്ത് ഇറങ്ങുന്നതാണ്. അപ്പം നമുക്ക് പോവാം. ഇനി അവിടുത്തെ നിങ്ങളൊക്കെ വോട്ട് ചെയ്യണം. വേറെ ഞാൻ പറയണ്ടോ? ഇവള് പൊളിറ്റിക്സിൽ നല്ല ഇതുള്ളതാണ് കേട്ടോ. ഞാൻ പൊളിറ്റിക്കലി അത്ര ആക്റ്റീവായി സംസാരിക്കാത്ത ഒരാളാണ്. പക്ഷെ ഇവള് നന്നായി സംസാരിക്കുന്നതാണ്. അപ്പം നമ്മൾ സൂക്ഷിച്ചാണോ സംസാരിക്കാൻ. അപ്പൊ എന്തായാലും ഇറങ്ങട്ടെ അവർക്ക്. ഈ ലിഫ്റ്റ് അടയുന്നില്ല. ഓരോ കോപ്രായങ്ങളെ മനസ്സിലായോ? ഇല്ലല്ലോ. ഇതെന്താന്ന് വെച്ചാൽ ഞാൻ അന്ന് പറഞ്ഞ ഓർമ്മയുണ്ടോ, നമ്മുടെ വേസ്റ്റ് ഇടുന്നു. ഇന്നും അങ്ങനെ തന്നെ വേസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പൊ അതാണ് ഇങ്ങനെ തിങ്ങിക്കൂടെ നിൽക്കുന്നത്. അല്ലെങ്കിൽ വേസ്റ്റിന്റെ മുകളിൽ കയറി നിൽക്കേണ്ടി വരും. എന്നിട്ട് പിന്നെ ഫുൾ നമ്മളെ നാറിയിട്ട് നമ്മള് DYU ആർട്ട് കഫേ പോയി കേക്ക് തിന്നുമ്പോൾ നമുക്ക് വേസ്റ്റ് മുടക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ജലദോഷം ഉള്ള എല്ലാ പണവും മൂക്കിക്കോട്ട് കയറി ഇപ്പം ഇതാക്കിയപ്പോഴത്തേക്കും. ശരി എന്നാ പോട്ടെ. എത്തി എത്തിയില്ല. പോയിക്കൊണ്ടിരിക്കുകയാണ്. പോവാൻ ഷൂടാനുള്ള സമയമൊന്നും കിട്ടിയില്ല. അപ്പൊ നമ്മളിപ്പോ ഷൂടാണ്. ഇടി സോക്സ് എടുത്തില്ല. അയ്യോ, ഇങ്ങനെയാണ് ഗൈസ്. ഫുൾ ഹറിബറിയാണ്. ജീവിതമൊക്കെ ഒന്ന് റെഡിയാക്കണം. നിങ്ങൾ പറ എന്താ ചെയ്യേണ്ടത്? തിരക്കുണ്ട് കേട്ടോ. പസിക്കിത് ഭയങ്കരമായിട്ടും പസിക്കിത്. പെൺകുട്ടിയാണോ വിളിച്ചത്? ഈ കൊച്ചിനെ ഞാൻ അല്ല അറിയില്ല. ഏതോ കൊച്ചു നല്ല കൊച്ചു പസിക്കിത് സാപ്പിയ ഇതൊക്കെ നമുക്കറിയാവുന്ന. അപ്പൊ നമ്മൾ അറിയുന്നത് വെച്ച് അഡ്ജസ്റ്റ് പ്രേമര് ഫീവറിലാണ് ഇപ്പോഴും. നമ്മൾ എത്ര തവണ പ്രേമര് പിന്നെ കണ്ടതറിയോ? റിപ്പീറ്റ് എത്രയോ തവണ കണ്ട്. ഇപ്പൊ ഞങ്ങള് ട്രാഫിക്കില് ബ്ലോക്കായി കിടക്കാണ്. ഇലക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, നല്ല ട്രാഫിക് ഉണ്ട്. ഓക്കെ, വെയിറ്റിംഗ് ആണ് ഗൈസ്. തിരക്കുണ്ട് നല്ല. ഞാനോർത്തിന്ന് തിരക്കൊന്നും ഉണ്ടാവില്ല, പക്ഷെ നല്ല തിരക്കുണ്ട്. അപ്പൊ നമ്മൾ ഇത് കൊടുത്തിട്ട് ഓട്ടോടെ കൊടുത്തിട്ട് ഓട്ടോയ്ക്ക് പോവാം. എന്നാലുവേ മോളിലുണ്ട് സ്ഥലം. ബാ, അപ്പം നമ്മളെത്തി. ഇത് ഞാൻ പറഞ്ഞൊരു ഭയങ്കര ഹോംലി വൈബുള്ളൊരു അങ്ങനത്തെ ഒരു സംഭവമാണ്. ഞാനിങ്ങനെ വന്നിട്ട് ഇങ്ങനെ ക്യാമറ കടിക്കാൻ പോകുന്നതിന് തോന്നുന്നുണ്ടെങ്കിൽ സോറി ഗൈസ്. ഞങ്ങളപ്പോൾ ഇവിടെ എത്തി, ഇവിടെ ഇരിക്കുകയാണ്. നല്ല ചൂടുണ്ട്, കാരണം ഓപ്പൺ സ്പേസ് ആണല്ലോ, പേസ് ഇല്ല. അപ്പോൾ നമ്മൾ ഫാൻ്റെ അടി വേണം ഇരിക്കാൻ. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്യാം. ഇവിടുത്തെ സിഗ്നേച്ചർ കേക്കും നല്ലൊരു സ്ഥലമാണ്, നല്ലൊരു ഭയങ്കര ആർട്ട് കഫേ. അതാണ് സംഭവം, ആർട്ട് കഫേ തന്നെയാണ് സംഭവം. അപ്പോൾ നമുക്ക് നോക്കാം, നമുക്ക് മെനുയൊക്കെ നോക്കി തട്ടിവിടാം. അപ്പോൾ നമ്മളാദ്യം ഇവള് ഡ്രിങ്ക്സ് പറഞ്ഞിട്ട് ഒരു ചോക്ലേറ്റ് കേക്കും പറഞ്ഞിട്ട് പിന്നെ നമുക്ക് എന്താ ഫുഡ് വേണ്ടതെന്ന് പറയാം. കാരണം എല്ലാം കൂടെ ഓർഡർ ചെയ്യുന്ന സ്വഭാവം നമുക്ക് പണ്ടേ ഉണ്ട്. എന്നിട്ട് ഓർഡർ ചെയ്തിട്ട് ഒന്നും കഴിക്കത്തില്ല, വേസ്റ്റ് ആയിപ്പോൾ. അപ്പം നമ്മൾ അങ്ങനത്തെ പരിപാടി ചെയ്യുന്നില്ല. പതുക്കെ ഓർഡർ ചെയ്യാം. ഓക്കെ,
നമ്മുടെ ചോക്ലേറ്റ് കേക്കും കോൾഡ് ചോക്ലേറ്റ് പൈനാപ്പിൾ ലൈം ഒക്കെ വന്നിട്ടുണ്ട്. ഇനി അത് കഴിക്കണം. ഓൾറെഡി എടുത്ത് തോണ്ടി തുടങ്ങി. അപ്പം ഞാൻ അവിടെ നിർത്തി വെച്ചേക്കും. നിർത്തും, ഞാൻ വീഡിയോ എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. ഇതാ ചോക്ലേറ്റ് കേക്ക് കണ്ടില്ലേ? ഇതാണ് നമ്മുടെ ചോക്ലേറ്റ് കേക്ക്, സിഗ്നേച്ചർ ചോക്ലേറ്റ് കേക്ക്. ഈ സോസ് കൂട്ടിയിട്ട് വേണം നമ്മൾ കഴിക്കാൻ. ഇതൊക്കെ ഒരു സുഖം. ഞാനൊരു ഫിഷ് ഫിംഗേഴ്സാണ് ഓർഡർ ചെയ്തത്. കാരണം എനിക്ക് ഈ സ്ഥലത്തെ ഫിഷ് ഫിംഗേഴ്സ് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതിൻ്റെ കൂടെ ചോക്ലേറ്റ് കേക്കും പിന്നെ കുടിക്കാൻ സൈഡായിട്ട് എന്തെങ്കിലും വേണമല്ലോ, അതൊരു മസ്റ്റാണല്ലോ. അപ്പോൾ എനിക്ക് ഫിഷ് ഫിംഗേഴ്സ് ഇഷ്ടമായി. പക്ഷേ ഇവൾക്ക് അത്ര ഇങ്ങോട്ട് താല്പര്യമില്ലായിരുന്നു. കാരണം ഒരു പ്രാവശ്യം ഫിഷ് കഴിച്ചിട്ട് എവിടുന്നോ ഫിഷ് കഴിച്ചിട്ട് വയറിനളക്കം പിടിച്ചുകൊണ്ട് തന്നെ അതിന് ശേഷം പിന്നെ ഫിഷ് എന്ന് കേൾക്കുമ്പോൾ ഇവൾ ഓടും. പാവത്തിന് കഴിക്കാൻ പറ്റുന്നില്ല, വയറ് നിറഞ്ഞു പോയി. ഞാൻ ആദ്യമേ പറഞ്ഞത്, നമ്മൾ രണ്ടുപേരും ആദ്യം അങ്ങോട്ടും പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യാമോ, നമ്മൾ ബില്ല് റിക്വസ്റ്റ് ചെയ്തിട്ട് നമ്മൾ പാർസൽ എടുത്തിട്ട് പോകുമ്പോഴാണ്. എൻ്റെ ഫിഷ് ഫിംഗേഴ്സ് ഞാൻ കംപ്ലീറ്റ് ചെയ്തു, പക്ഷേ മാഡത്തിൻ്റെ ചിക്കൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മളത് വീട്ടിലേക്ക് കൊണ്ടുപോകാം. പക്ഷേ കേക്കും നമ്മൾ ഫിനിഷ് ചെയ്തിട്ടില്ല. കണ്ടോ, പറ്റുന്നില്ല, മത്ത് പിടിക്കുന്നു കേസ്, തലയൊക്കെ ഇങ്ങനെയാവുന്നു. അതെ. പിന്നെ നമ്മളൊരു ക്യൂട്ട് ഡ്രസ്സ് ഇറങ്ങുന്ന സമയത്ത് എന്തായാലും കുറച്ച് നല്ല പിക്ചേഴ്സ് എടുക്കണമല്ലോ. അപ്പം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ നമ്മുടെ പാഴ്സലെടുത്തു. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി. അപ്പോൾ കുറേ ഫോട്ടോ എടുക്കാമെന്ന് ഓർത്തു. കാരണം നല്ല ഉടുപ്പൊക്കെ ഇട്ട് ഇറങ്ങുന്ന സമയത്ത് പിന്നെ ഫോട്ടോ എടുത്തില്ലെങ്കിൽ ശരിയാവോ. എടി ആ ചേട്ടൻ തിരിഞ്ഞ് അങ്ങോട്ട് എത്തി. അപ്പോൾ ഞാൻ എന്തിനാ ക്രോസ് ചെയ്തേ ഗൈസ്? ഞാൻ ചുമ്മാ ക്രോസ് ചെയ്തതാണ്. ഞാൻ തിരിച്ചങ്ങോട്ട് ക്രോസ് ചെയ്യട്ടെ. അപ്പോൾ എന്തായാലും ഞങ്ങൾ DYയിലൊക്കെ പോയി ഇനി തിരിച്ച് പീച്ചിലേക്ക് തന്നെ. ചൂടാണ് ഗൈസ്. ഈ വെയിലത്ത് എനിക്ക് അറിയാൻ പാടില്ല എങ്ങനെയാണെന്ന്. നാട്ടിൽ ഭയങ്കര വെയിലാണെന്ന് എനിക്കറിയാം. ഇതാ വരുന്നത്. നാട്ടിൽ ഭയങ്കര വെയിലാണെന്ന് എനിക്കറിയാം. പക്ഷേ സ്റ്റിൽ എന്താണെന്ന് വെച്ചാൽ ആൾക്കാരൊക്കെ നോക്കി ഇവളെന്തേ കാണിക്കണ ഫോൺ പിടിച്ച് തിരിച്ചിട്ടൊക്കെയാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഓട്ടോ കയറാൻ എന്നിട്ട് സംസാരിക്കാം. അങ്ങനെ നമ്മുടെ DYയിലെ ഡേറ്റ് ചാവോ നമ്മളില്ല. DYയിലെ ഡേറ്റ് കഴിഞ്ഞു. എന്തൊക്കെയുണ്ട് അഞ്ചിലെ വിശേഷം? എനിക്ക് ചിക്കൻ തീർക്കാൻ പറ്റിയില്ല. അവൾ ആകൂടെ 2 പീസാണ് കഴിച്ചത്. 2 പീസ് അത്ര മാത്രമേ കഴിച്ചുള്ളൂ. പക്ഷെ പറച്ചിലൊന്നും ഒരു കുറവില്ലേ. അവളുടെ വർത്താനത്തിന് അതുപോലെ അവളുടെ ഹുങ്ക് പറച്ചിലിന് ഒരു കുറവില്ല. അവൾ ഇപ്പം അങ്ങ് കയറ്റുന്നുള്ള രീതിയിലാണ്. പക്ഷെ ഫുഡ് വന്നപ്പോഴത്തേക്ക് ഞാൻ നോക്കിയപ്പോൾ ഇങ്ങനെ കഴിച്ചിങ്ങനെ എന്താ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് കഴിച്ചതാണ് കേസ്. ഫ്രഞ്ച് ഫ്രൈസ് കഴിച്ചാണ് ഇവളുടെ ഹാഫ് ഫുഡ്. പൈനാപ്പിളിലെയും ആ ചോക്ലേറ്റ് കേക്കും ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല. അത്രയും വലിപ്പം ഉണ്ടായിരുന്നു ആ സംഭവത്തിൽ. അത്ര ശരിയായില്ല. പക്ഷെ നിങ്ങൾ എന്തായാലും DYയിൽ പോകണമെങ്കിൽ അവിടുത്തെ ചോക്ലേറ്റ് കേക്ക് ട്രൈ ചെയ്യണം, മസ്റ്റാണ്. ഡ്രിങ്ക്സ് നല്ല, പൈനാപ്പിൾ ലൈം ഒക്കെ നല്ലതായിരുന്നു. എൻ്റെ കോൾഡ് ചോക്ലേറ്റ് എനിക്ക് പാല് ഭയങ്കര ഇഷ്ടമല്ല. പിന്നെ ഞാൻ എന്തിനാ കോൾഡ് ചോക്ലേറ്റ് പറഞ്ഞത് ഞാൻ ആലോചിക്കണം ഇപ്പം. പക്ഷെ പറഞ്ഞുപോയി. അപ്പോൾ എന്തായാലും അത്രയേ ഉള്ളൂ. നമ്മുടെ ഇന്നത്തെ ഒരു കുട്ടി വ്ളോഗാണ്, ഭയങ്കര കുട്ടി വ്ളോഗാണ്. ചുമ്മാ പുറത്തിങ്ങനെ ഇലക്ഷൻ ഡേ ഒക്കെ ആയി നമുക്ക് വോട്ടൊന്നും ഇല്ലല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇവളുടെ കൂടെ നമ്മൾ പൊളിറ്റിക്സ് പറയാൻ നിൽക്കാറില്ല. വേണ്ട, പറഞ്ഞു നിൽക്കണ്ട. വോട്ട് ഫോർ എ ബെറ്റർ നേഷൻ. ഓക്കെ, സോ ചെയ്യുന്നു. നെക്സ്റ്റ് വീഡിയോ.